ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലവ് ബോംബിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, നാർസിസിസ്റ്റിൻ്റെ. അപ്പോൾ നാർസിസിസ്റ്റിൻ്റെ ലവ് ബോംബിങ്ങിൽ പ്രധാനമായിട്ടും നാർസിസിസ്റ്റിക് ലവ് ബോംബിങ്ങിൽ തുടങ്ങി അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ അവർ ചെയ്യുന്ന പ്രവൃത്തികളും, അത് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ സ്പോട്ട് ചെയ്യാനും ഇത്ര റെഡ് ഫ്ലാഗ്സ് ആദ്യമേ കണ്ടെത്താനും, അതിനൊപ്പം തന്നെ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെ ഇതിൽ നിന്നും പുറത്തു വരണമെന്നും ഇവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഒക്കെ പറയുന്നൊരു വീഡിയോ ആണ്. വളരെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാനലിലെ എല്ലാ വീഡിയോസും നാർസിസിസം അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസാണ്. പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് നാർസിസിസം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ വീഡിയോ കുറച്ച് മുമ്പേ ചെയ്യാനായിട്ടിരുന്നതാണ്. കുറച്ച് ദിവസം ഞാൻ മാനസികമായിട്ടുള്ള ഡിസ്ട്രെസ്സിലായിരുന്നു. പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഡ്യൂട്ടി ഡോക്ടറിനെതിരെ, ഒരു ട്രെയിനിങ് ഡോക്ടറിനെതിരെ ഉണ്ടായ അതിക്രമം, അവരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവവും അതിനെ തുടർന്ന് ഡോക്ടർമാർ രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആൺകുട്ടികളോടാണ്. ഈ വീഡിയോ കാണുന്നവരിൽ സെൻസിബിളായിട്ടുള്ള ഹെൽത്തി മൈൻഡ് സെറ്റുള്ള ആൺകുട്ടികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നത് വലിയൊരു വിഭാഗം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൺകുട്ടികളുടെ ഇടയ്ക്കാണ്. നാർസിസിസ്റ്റിക് ബിഹേവിയേഴ്സുള്ള, നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഉള്ള, ടോക്സിക് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ഉള്ള, ഹൈലി മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള, സ്ത്രീവിരുദ്ധരായിട്ടുള്ള ആൺകുട്ടികൾക്ക് ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ സെൻസിബിളായിട്ടുള്ളൊരു ആൺകുട്ടിയാണെങ്കിൽ, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ, ദയവ് ചെയ്ത് ഇവരുടെ സർക്കിളുകളിൽ നിന്നും മാറി നിൽക്കുക. ഇവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്ത്രീകൾക്കെതിരെയും സ്ത്രീവിരുദ്ധനാക്കാൻ വേണ്ടിയും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും ചിന്താശേഷി നശിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും അതുകൊണ്ടാണ് ഹേർഡ് മെൻറ്റാലിറ്റി ആൺകുട്ടികളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ആൺകുട്ടികളുടെ ഒരു സർക്കിളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ അവിടെയുള്ള ഏറ്റവും ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ അത്രയും വിവരമില്ലാത്തവൻ്റെ ബുദ്ധിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള അവയർനെസ് ബിൽഡ് ചെയ്തെടുക്കുക. ആദ്യം പാട്രിയാർക്കി നിങ്ങൾക്ക് നൽകുന്ന പ്രിവിലേജുകൾ, ആ പ്രിവിലേജുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. സ്ത്രീകൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല. നമ്മളാരും പോയി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. സിമ്പതി അല്ല ആവശ്യം, എമ്പതിയാണ് ആവശ്യം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൺകുട്ടികൾ, ഫെമിനിസം എന്ന് പറയുന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൺകുട്ടികൾ ദയവ് ചെയ്ത് ഇത്തരക്കാരിൽ നിന്ന് മാറി നടക്കുക. ലവ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും നമ്മൾ ബ്ലൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ അന്ധമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. പലപ്പോഴും നമ്മളൊരു ആളുമായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ പുറത്തുള്ള റിലേഷൻഷിപ്പാണെങ്കിൽ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുടെ വീക്ക്നെസ് സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോർമൽ റിലേഷൻഷിപ്പിൽ പോലും വളരെ പാടാണ്. കാരണം നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടായി പോകും പല കാര്യങ്ങളിലും. അപ്പോൾ ഒരു നാർസിസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച്, ഒരു നാർസിസിസ്റ്റ് എപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടുകയാണ് ചെയ്യുക. അതിനെയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം സ്നേഹം കൊണ്ട് മൂടുക, നിങ്ങളെ വളരെ എക്സാജറേറ്റഡ് ആയിട്ട്, വളരെ ഡ്രമാറ്റിക് ആയിട്ട് സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ട അഫെക്ഷനും അറ്റൻഷനും തരിക, നിങ്ങളെ കോംപ്ലിമെൻറ്റ്സ് കൊണ്ട് മൂടുക, നിങ്ങൾക്ക് വേണ്ട ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. വളരെയധികം ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നാൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ള പ്രതീതി അവർ ജനിപ്പിക്കുന്നു. ശരിക്കും അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, അവർ സ്നേഹം പ്രിറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് നാർസിസിസ്റ്റുകളുടെ ഒരു മാനിപ്പുലേറ്റീവ് ടാക്റ്റിക്കാണ്. അവർ മെയിനായിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഫാൾ ഇൻ ചെയ്യാനാണ്, നിങ്ങൾ ലവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, അയാളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്തിനാണ് നിങ്ങൾ അയാളെ സ്നേഹിക്കണം എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ആ സ്നേഹത്തിൻ്റെ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ മാത്രമേ അയാളുടെ ഈ ഓവർ ഷവറിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളെ സ്നേഹത്തിൽ വീഴ്ത്തിക്കാനുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ സ്നേഹത്തിൽ വീണ് അയാളുമായിട്ടുള്ള ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇയാൾക്ക് പിന്നീട് ഇയാളുടെ അബ്യൂസീവ് നേച്ചർ, ശരിക്കുള്ള നിറം പുറത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഓവർവെൽമിംഗ് ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കെയർഫുള്ളി ക്രാഫ്റ്റഡ് ഇല്യൂഷനാണ് നാർസിസിസ്റ്റിൻ്റെ. അയാളുടെ വെരി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവാണ്. കാരണം നിങ്ങളെ ഇതിനകത്ത് ട്രോമ ബോണ്ടഡ് ആക്കി കഴിഞ്ഞാൽ അയാളുടെ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ്
ഓരോന്നായിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ കൺട്രോൾ ചെലുത്താനും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നിങ്ങളെ അബ്യൂസ് ചെയ്യാനും കാലാകാലങ്ങളായിട്ട് അത് നിങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കാനും അത് എനേബിൾ ചെയ്യുന്നൊരു വ്യക്തിയാക്കി നിങ്ങളെ വെക്കാനും അവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നാർസിസിസ്റ്റുകൾ ചൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ ചൈൽഡ്ഹുഡിൽ ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ചൈൽഡ്ഹുഡിൽ വളരെയധികം ട്രോമാസ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്യുന്ന ആളാണ്. അതായത് ഇപ്പോൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് കരുതി ഗ്യാസ് ലൈറ്റിങ്ങിൽ പെട്ടെന്ന് വീണ് സെൽഫ് ഡൗട്ട് ചെയ്യുന്ന, എപ്പോഴും നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കും ഒരു നാർസിസിസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. എപ്പോഴും എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഈ പറയുന്ന അബ്യൂസ് ചെയ്യാനും ഇയാൾക്ക് എളുപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇത് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. കാരണം ഡീപ്പ് ഡൗൺ ഇവർ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ആളാണ്, വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഈഗോയാണ് ഇവർക്കുള്ളത്. ഈ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഗ്രാൻഡ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ തരിക, നിങ്ങളെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക ഡേറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡേറ്റ്സ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഔട്ടിങ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ്. അപ്പോൾ അതൊക്കെ തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു നാർസിസിസ്റ്റിൻ്റെ ഗ്രാൻഡ്യൂസ് നേച്ചറാണ് അവിടെ പ്രകടമാകുന്നത് ഈ ഒരു വ്യക്തിയുടെ. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രൊപ്പോസ് ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും. നിങ്ങൾ ഒരു ഷോർട്ട് ടൈമിൽ അറിയുന്ന സമയം കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യും. അപ്പോൾ ഇവർ എത്രയും പെട്ടെന്ന് പ്രൊപ്പോസ് ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മാരേജിലേക്ക് കടന്ന് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളെ ലോക്ക്ഡായി വെക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് ഇവരുടെ അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കാരണം അവർക്കറിയാം പിന്നെ ആ ഒരു അബ്യൂസ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. അത് വ്യക്തമായി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയുള്ള ഒരാളിനെ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ സ്വയം എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ അവർ തന്ത്രപരമായി കയ്യിലെടുക്കുകയും അയാളിനെ അവരുടെ ഇണയായി ചൂസ് ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്ന, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ പോലും അതിനെപ്പോലും ഇയാൾ നിങ്ങളെ അതിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവരെല്ലാം ബാഡ് ഇൻഫ്ലുവൻസ് ആണ്, നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഞാനും നീയുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഇതാണ് നമുക്കിപ്പോൾ വേണ്ടത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നൊക്കെ ഈ ലവ് ബോംബിങ് നടക്കുന്ന സമയത്ത് ഇവരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ എത്രയും പെട്ടെന്ന് ഈ മാരേജിലേക്ക് കടക്കാനും ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും പെട്ടെന്ന് കുട്ടികളുണ്ടാവാനും. ഇവർ കാണിക്കുന്നതൊക്കെ അഭിനയമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റുകളൊക്കെ അവരുടെയും ഇൻട്രസ്റ്റ് ആണെന്നും നിങ്ങളുടെ വാല്യൂസൊക്കെ അവരുടെ വാല്യൂസ് ആണെന്നും, ഇപ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇതെല്ലാം എനിക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ അതേപോലെ ഇൻട്രസ്റ്റ് ആണ് അയാൾക്കുമുള്ളത് എന്നൊക്കെ ഈ ഒരു ലവ് ബോംബിങ് പീരീഡിൽ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ലവ് ബോംബിങ് പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അബ്യൂസീവായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് ഈ നാർസിസിസ്റ്റ് മാറിക്കഴിയുമ്പോൾ അയാളുടെ തനി നിറം പുറത്തെടുത്ത് തുടങ്ങും. ആ സമയത്താണ് ഈ വ്യക്തി ശരിക്കും ആരാണ്, ശരിക്കും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുക. ചിലപ്പോൾ മനസ്സിലായാൽ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ സെൽഫ് ബ്ലെയിമിങ് ആയിട്ടുള്ള കാര്യങ്ങളും, പ്രോൺ ടു ഗ്യാസ് ലൈറ്റിംഗ്, പ്രോൺ ടു മാനിപ്പുലേഷൻ, പ്രോൺ ടു കൺട്രോളിങ്, ഈ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് വീഴാൻ നിങ്ങൾ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ തന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ തന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ തെറ്റാണെന്ന് ഒരിക്കലും ധരിക്കരുത്. ഇത് നിങ്ങളുടെ തെറ്റല്ല, അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് വീഴ്ത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അതിന് പുറത്തു വരാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ സെൽഫ് അവെയർനെസ്സും സെൽഫ് എസ്റ്റീമും കൂട്ടിക്കൊണ്ട് വരാനാണ് ശ്രമിക്കേണ്ടത്. നെഗറ്റീവായിട്ടുള്ള നാർസിസിസത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് എസ്റ്റീമാണ്. ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഈ അബ്യൂസുകളിൽ നിന്നും പുറത്തു വരാനുള്ള ഒന്നാമത്തെ കാര്യം ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ ഗട്ട് ഫീലിംഗ്, നമ്മുടെ ഇൻസ്റ്റിങ്ക്ട്സ് നമുക്ക് അപ്പോൾ തോന്നുമോ ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഇയാൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ, ഇയാളിപ്പോൾ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ, ഇയാളിപ്പോൾ ചെയ്യുന്നത് അബ്യൂസ് അല്ലേ, ദിസ് ഈസ് അബ്യൂസ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തോന്നും. ഈ തോന്നൽ ശരിയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മോസ്റ്റ് പ്രോബബ്ലി ഈ തോന്നൽ ശരിയായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നാർസിസിസത്തിൻ്റെ സയൻസ് കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തോന്നും. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്യുക, നമ്മളെ അബ്യൂസ് ചെയ്യുന്നത് അബ്യൂസായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിന് പുറത്തു വരിക, എങ്ങനെയാണ് പുറത്തു വരേണ്ടത്, അതിനുള്ള വഴികളാണ് നോക്കേണ്ടത്.
അതിനാണ് നമ്മൾ സൊല്യൂഷൻ ഓറിയൻറ്റഡ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യേണ്ടത്. സൊല്യൂഷൻ ഓറിയൻറ്റഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കേണ്ട വഴിയാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ആ പ്രശ്നത്തിനെ അനലൈസ് ചെയ്ത് പോവുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ തന്നെ ചെറിയ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിന് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി ഈ നാർസിസിസ്റ്റിക് അബ്യൂസിൻ്റെ പുറത്ത് വരുന്ന എന്ന് പറയുന്നൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ പുറത്ത് വരിക എന്നൊരു കാര്യം തന്നെ ഒരു വലിയ സ്റ്റെപ്പാണ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നത്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫ് റീബിൽഡ് ചെയ്യാനും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയിലേക്ക് പോകാനും ഒക്കെ സാധിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു വളരെ ചെറിയ സ്പേസ് ആയാലും വലിയ സ്പേസ് ആയാലും ഏത് സ്പേസിലാണെന്നുള്ളത് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനൊരു തടസ്സമല്ല. ബൗണ്ടറി എന്ന് പറയുന്നത് ഫിസിക്കൽ ബൗണ്ടറി തന്നെ ആവണമെന്നില്ല. ഇമോഷണൽ ബൗണ്ടറിയും മെൻ്റൽ ബൗണ്ടറിയും ആണ് എക്സാക്ട്ലി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതിൽ ആദ്യം പ്രൈമറി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ബൗണ്ടറി എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പേഴ്സണൽ ബൗണ്ടറിയാണ് ബേസിക്കായിട്ട് മനുഷ്യന് വേണ്ടത്. നമ്മുടെ പ്രൈവസിയിൽ കയറി ഇടപെടാൻ ആരെയും സമ്മതിക്കരുത്. നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണം. നമുക്ക് ഏത് സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ചിന്തിക്കാനും നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് എഴുതാൻ സ്പേസ് വേണം, എനിക്ക് പഠിക്കാൻ സ്പേസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ പറ്റും. അപ്പോൾ നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വ്യക്തിക്കും അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ പാരൻറ്റിങ്ങിൽ അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. നമ്മുടെ പ്രൈവസി വയലേഷൻസ് ചുമ്മാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ കാര്യമാണ്. പക്ഷേ ഇതൊരു പുതിയ കാര്യമല്ല. നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൈവസി ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളിലാണെങ്കിലും ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്ന അത്തരം ആൾക്കാരെ നിങ്ങളുടെ ഒപ്പം നിർത്തുക. അങ്ങനെയുള്ള ആൾക്കാരെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതിനൊപ്പം തന്നെയാണ് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക, ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത്. തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിന് മടിക്കുന്നവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്താൽ ആ ഒരു തെറാപ്പിസ്റ്റിന്, ആ ഒരു ബെസ്റ്റ് തെറാപ്പിസ്റ്റ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് ആണെങ്കിൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന തെറാപ്പിസ്റ്റ് ആണെങ്കിൽ, അങ്ങനെയുള്ള തെറാപ്പിസ്റ്റുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക്, സൈക്കോളജിസ്റ്റുകളായാലും തെറാപ്പിസ്റ്റുകളായാലും. അപ്പോൾ അവർക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കും. അവർക്ക് തന്നെ ഒരുപാട് പേരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പേഴ്സും ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് തന്നെ തരാൻ പറ്റും. എപ്പോഴും നമ്മൾ ഓർമ്മിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറയുന്നത് നമ്മളിൽ സന്തോഷവും നമുക്ക് സപ്പോർട്ടും നൽകുന്ന ഒരു കാര്യമായിരിക്കണം. അല്ലാതെ നമ്മളിൽ പേടിയും കൺഫ്യൂഷനും ജനിപ്പിക്കുന്ന ഒരു കാര്യമല്ല സ്നേഹം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഒരുപാട് സ്ത്രീകൾ എന്നോട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെജോറിറ്റി 95% or above സ്ത്രീകളാണ് എന്നോട് പ്രശ്നങ്ങൾ, നാർസിസിസ്റ്റിക് അബ്യൂസിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ എന്നോട് പറയാൻ തയ്യാറായതിൽ എനിക്ക് വളരെയധികം നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട്. അതേ റെസ്പെക്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇത്തരം അബ്യൂസുകളിൽ നിന്ന് പുറത്തു വരിക. നിങ്ങൾ അബ്യൂസിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ്, നിങ്ങൾ സേഫ് ആകുമ്പോഴാണ് ഏതൊരു മനുഷ്യനും സന്തോഷം ഉണ്ടാവുക. ആൺകുട്ടികളോട് ഞാൻ പറയുകയാണ്, മനുഷ്യനെന്ന് പറഞ്ഞ് പഠിക്കുക, ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞ് പഠിക്കുക, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും